കേരളത്തിന് അനുവദിച്ച പണം പിൻവലിക്കാൻ പോലും കേരളം തയ്യാറായിട്ടില്ല എന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 311.95 കോടി രൂപ അനുവദിച്ചു. എന്നാൽ ഇത് നൽകണമെന്നാവശ്യപ്പെട്ട് ഒരു അപേക്ഷ പോലും കിട്ടിയിട്ടില്ല എന്നാണ് നിർമ്മലാ സീതാരാമൻ ലോക്സഭയെ അറിയിച്ചത്. ഈ ബസന്ത് വിവരങ്ങളുമായിട്ടുണ്ട്. ബസന്ത്, കേന്ദ്രത്തിൽ ശരി, നമുക്ക് നിർമ്മലാ സീതാരാമന്റെ വാക്കുകളിലേക്ക്. Despite the allocation, the Kerala government has not even drawn the amount. So, for instance, amount approved is 311.95 for the National Disaster Mitigation Fund, and that includes specifically 72 crores for risk mitigation project in the landslide affected territories of Wayanad. 17.73 crore is approved under the forest fire mitigation program, which is not Wayanad landslide, but it is disaster related, and 222.22 crore has been approved under the urban flood risk management program phase 2, and that is for Thiruvananthapuram city. Zero is the amount released. I will release only when the state applies for it, asks for it, or votes something for it. So approval is one thing, applying and seeking it is another. ബസന്ത് വിവരങ്ങളാണ്. ബസന്ത്, 72 കോടി വയനാട്ടിലെ ആ ദുരന്ത മേഖലയ്ക്കായിട്ട് തന്നെ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ആകെ 311 കോടിയുടെ കണക്ക്. പക്ഷേ കേരളം അത് തിരിച്ച്, അല്ലെങ്കിൽ കേരളം അത് സ്വീകരിക്കാനുള്ള ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നത്. നമ്മൾ കേരളത്തിലാണെങ്കിൽ നിരന്തരം കേന്ദ്രം അവഗണിച്ചു, കേന്ദ്ര സഹായമില്ല എന്ന് സർക്കാർ ഇങ്ങനെ നിരന്തരം വാദിക്കുന്നതിനിടയിലാണ് കിട്ടിയ പണം പോലും വാങ്ങാനുള്ള നടപടികൾ സ്വീകരിച്ചില്ല എന്ന വിവരം. തീർച്ചയായും മാണിക്യം ടാഗോറിന്റെ ഒരു ചോദ്യത്തിനാണ് ഇപ്പോൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേരളവുമായി ബന്ധപ്പെട്ട മറുപടി നൽകിയത്. അതായത് അനുവദിച്ച പണം പോലും വാങ്ങാൻ കേരളം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് പണം അനുവദിക്കുന്നത് ഒരു വിഷയം, പക്ഷെ ആ പണം കിട്ടുന്നതിന് വേണ്ടി അപേക്ഷ നൽകുക എന്നുള്ളൊരു ഘട്ടം കൂടിയുണ്ട്. അതിന് പോലും തയ്യാറായിട്ടില്ല. 311 കോടിയിലധികം രൂപയാണ് കേരളത്തിനായി നീക്കിവെച്ചത്. അതിൽ വയനാട് അപകട സാധ്യത കുറയ്ക്കാനുള്ള പണമുണ്ട്. തിരുവനന്തപുരത്ത് ഫ്ലഡ് മാനേജ്മെന്റ്, അതായത് നഗരങ്ങളിലെ വെള്ളപ്പൊക്കം തടയുന്നതിനുള്ള 222 കോടി രൂപയുടെ പദ്ധതിക്കുള്ള ആ പണം പോലും വാങ്ങിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ള അതിരൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ധനമന്ത്രി ഉന്നയിക്കുന്നത് ലോക്സഭയിൽ. കേരളം പലപ്പോഴും കേന്ദ്രം പണം തരുന്നില്ല എന്നുള്ളൊരു പരാതി പറയുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അനുവദിച്ച പണം വാങ്ങാൻ പോലും കേരളം ഒരു അപേക്ഷ പോലും നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ശരി, ബസന്താണ് വിവരങ്ങൾ നൽകിയത്. 311 കോടി രൂപ കേരളത്തിന് അനുവദിച്ചു. പ്രത്യേകിച്ച് അതിൽ 72 കോടി വയനാട്ടിലെ ചുരൽമലയിലുണ്ടായ ദുരന്തത്തിന് കൂടി അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ഏതെങ്കിലും വിധത്തിൽ അപേക്ഷ നൽകാൻ അത് റിലീസ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയെ അറിയിച്ചത്.